ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെല്ലോ കട്ടിംഗ് ആണ് കേട്ടോ. സെല്ലോ കട്ടിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബൾക്കായിട്ട് കോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സെല്ലോ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യുക എന്നുള്ളത് അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് പേര് സെല്ലോ കട്ടിങ് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ അളവ് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ഇത് അളവ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും അളവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് സെല്ലോ കട്ട് ചെയ്യുക. അളവെടുത്തിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷേ അതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് അളവില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോഴും ഒരുപാട് പേര് സെല്ലോ കട്ട് ചെയ്ത് വെക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബിഗ്നേഴ്സ് കിറ്റിൽ നമ്മൾ എന്തായാലും സെല്ലോ കട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഒരു ബിഗ്നർ ആയിരിക്കും, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഒരു ABCD അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 കോണൊക്കെ റോൾ ചെയ്തിട്ടാണ് വയ്ക്കാറ്. പക്ഷേ ഈ 1 kg ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നവർ വരെ ഇപ്പോഴും അതിൽ സെല്ലോ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് തരുമെന്ന് ചോദിക്കാറുണ്ട് കിറ്റിലൊക്കെ. അപ്പോൾ 1 kg ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം കുറച്ചല്ല അത്യാവശ്യം ഓർഡർ വന്ന് തുടങ്ങിയവരാണ് ഈ 1 kg ഒക്കെ എടുത്തിട്ട് ചെയ്യണത്. എന്നിട്ട് അവർക്ക് പോലും സെല്ലോ ഇപ്പോഴും കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അളവും കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. പറ്റുന്ന സമയത്തൊക്കെ സെല്ലോ ഞാൻ കട്ട് ചെയ്തിട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ അവരോട് തന്നെ ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമുക്ക് ഒരാളെ ആശ്രയിക്കാൻ പറ്റില്ല. സെല്ലോ കട്ടിങ് നമുക്ക് സിമ്പിളാണ്, അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ സെല്ലോ കട്ടിങ് 2 ടൈപ്പ് കട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒറ്റ ടൈപ്പ് കട്ടിങ് ആണ് കേട്ടോ, വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ബിഗ്നറൊക്കെ ആണെങ്കിൽ ചിലപ്പം ആ ഒരു കട്ടിങ് വലിപ്പം കുറഞ്ഞതാണ്. അപ്പോൾ അത് ചിലപ്പം സീൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ബിഗ്നർക്ക്. അപ്പോൾ ഈ ഒരു 2 കട്ടിങ്ങും ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ കട്ടിങ് ചെയ്യാൻ അറിയാത്തവർ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഒരു റിസ്ക്കും ഇല്ല. ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും കട്ട് ചെയ്യാൻ അറിയാത്തത് കേട്ടോ. സിമ്പിളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട്. അളവിൻ്റെ ആവശ്യമേ ഇല്ല, നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയിട്ടാണ് കട്ട് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഈ 2 കട്ടിങ് തമ്മിലുള്ള വ്യത്യാസങ്ങളും, അതായത് അതിൻ്റെ വലുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ എണ്ണത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബിഗ്നേഴ്സിനുള്ള കട്ടിങ് നോക്കാം. ആ ഒരു കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ നീളത്തിലാണ് മടക്കേണ്ടത്. അതിൻ്റെ നീളത്തിൽ മടക്കിയിട്ട് ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ രണ്ടാമത് വീണ്ടും മടക്കുക. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് രണ്ടാമത് മടക്കുക, എന്നിട്ട് അതും കട്ട് ചെയ്യുക. അതിനുശേഷം ഓരോ പീസും എടുത്തിട്ട് 3 മടക്കാക്കി മടക്കാം. അത് ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നീളത്തിലുള്ള ഷീറ്റായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് നെയിൽ കോണാണെങ്കിലും, നെയിൽ കോൺ നല്ല നീളത്തിലൊക്കെ ചെയ്യുന്നവരില്ലേ, അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒരു നീളത്തിലൊക്കെ കോൺ ചെയ്യണത്. പിന്നെ ഹാൻഡ് കോണിനാണെങ്കിലും അത്യാവശ്യം നമുക്ക് സീൽ ചെയ്യാനുള്ളൊക്കെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് ചെയ്യണത് കേട്ടോ. ചിലവർ ചോദിക്കാറുണ്ട് കേട്ടോ, നെയിൽ കോണിന് സെപ്പറേറ്റ് കട്ടിങ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. നെയിൽ കോണിന് അങ്ങനെ സെപ്പറേറ്റ് കട്ടിങ് ഒന്നുമില്ല, ഒറ്റ കട്ടിങ് ആണ്. ഇതിൽ നമ്മൾ റോൾ ചെയ്യുന്നതിലാണ് വ്യത്യാസം വരുത്തുന്നത്. റോൾ ചെയ്യുമ്പോൾ വട്ടം കുറഞ്ഞ കോണായിട്ട് നെയിൽ കോണും വട്ടം കൂടിയതായിട്ട് ഹാൻഡ് കോണും അത്ര വ്യത്യാസമുള്ളൂ, അല്ലാതെ കട്ടിങ്ങിലൊരു വ്യത്യാസമില്ല. പിന്നെ കട്ടിങ്ങിൽ വ്യത്യാസം വരുന്നത്, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെയിൽ കോൺ കുറച്ച് നീളത്തിലൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കട്ടിങ് ചെയ്യണം. എങ്കിലും മാത്രമേ നമുക്ക് അത്രയും നീളത്തിലൊക്കെ കോൺ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ സാധാ ഒരു കോണിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ നെയിൽ കോണൊക്കെ നല്ല നീളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന രീതി ഇതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ 16 പീസിൻ്റെ കട്ടിങ് ആണ് കേട്ടോ ചെയ്യണത്. ഇതാകുമ്പോൾ നമുക്ക് 16 പീസും കിട്ടും. മാത്രമല്ല സീലിങ്ങിനൊക്കെ കറക്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് കോൺ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സീലിങ്ങിനൊക്കെ കറക്റ്റായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് മടക്കിയൊന്നും ചെയ്യേണ്ട, കറക്റ്റ് ആ സീൽ ചെയ്യാനുള്ളത് മാത്രമേ ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വീതിനായിരുന്നു 2ആക്കി മടക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് സെല്ലോ ഷീറ്റിൻ്റെ നീളം കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിനായിരുന്നു നമ്മൾ 2ആക്കി മടക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കട്ടിങ് വരുമ്പോൾ ഇതിൻ്റെ നീളത്തിനാണ്, ഇതിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ 2ആക്കി മടക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നീളം നോക്കുമ്പോൾ മറ്റേ സൈഡായിരിക്കും നീളം കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മടക്കിയിട്ട് അതിനെ 2ആക്കുക. അങ്ങനെ ഇതിൻ്റെ നീളം കൂടിയ ഭാഗത്തിന് 2ആക്കി മടക്കിയിട്ട് ഏറ്റവും നീളം കൂടുതൽ എവിടേക്കാണ് വരുന്നത് അതിന് 2ആക്കി മടക്കിയിട്ട് ഏകദേശം 4 തവണ 2ആക്കി മടക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഏകദേശം ഒരു 16 പീസിൻ്റെ കട്ടിങ്, കൂടുതൽ എണ്ണം ഇതിന് കൂടുതൽ കിട്ടും. ഇതാണ് ശരിക്കും നല്ലത് കേട്ടോ. കാരണം കുറച്ച് നീളം കുറവാണെങ്കിലും നമ്മൾ പേസ്റ്റ് നിറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഒരുപാട് വരുമ്പോൾ നമുക്ക് സീലിങ്
നല്ല പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് സീൽ ചെയ്യാനുള്ളത് ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ പേസ്റ്റ് നിറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് സീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു സെല്ലോയിൽ തന്നെ നമുക്ക് 16 പീസ് കിട്ടും. അതായത് 16 കോൺ ഉണ്ടാക്കാനുള്ള സെല്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ഒന്നുകൂടി ചുരുക്കി പറയാം. നമ്മൾ ഒരു സെല്ലോ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നീളം കൂടിയ ഭാഗം ഏതാണോ അതിനെ നമ്മൾ ആദ്യം രണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഏത് ഭാഗത്തേക്കാണോ നീളം കൂടുതൽ തോന്നുന്നത് അതിന് നമ്മൾ രണ്ടാക്കുക, വീണ്ടും കട്ട് ചെയ്യുക. അങ്ങനെ 4 തവണ നമ്മൾ രണ്ടാക്കി മടക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നീളത്തിലും ഈ ഒരു വീതിയിലുമുള്ള സെല്ലോ ഷീറ്റ് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് 16 കോണ് ഒരു സെല്ലോയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സെല്ലോ കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് സെല്ലോ കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 2 ടൈപ്പ് കട്ടിങ്ങും ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് കട്ടിങ്ങും ചെയ്ത് നോക്കുക, ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രം നോക്കണ്ട കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണോ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സെല്ലോ കട്ടിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.